Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ പോലീസ് മൈതാനം ഇനി ജവഹർലാൽ മൈതാനം, ചരിത്ര സ്മാരകമാക്കാൻ സർക്കാർ തീരുമാനം. മൈതാനം സൗന്ദര്യവൽക്കരിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ പയ്യന്നൂർ പോലീസ് മൈതാനത്തെ ജവഹർലാൽ നെഹ്റു മൈതാനമെന്ന് നാമകരണം ചെയ്യാനും ചരിത്ര സ്മാരകമായി സംരക്ഷിക്കാനും സർക്കാർ തീരുമാനം. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സ്മരണ നിലനിർത്താനാണ് ഈ നടപടി. ഇത് സംബന്ധിച്ച നിർദ്ദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ഉൾപ്പെടുത്തി. മൈതാനം സൗന്ദര്യവൽക്കരിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മൈതാനം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കൂടാതെ വി കുഞ്ഞികൃഷ്ണൻ MLA-യും ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വർഷങ്ങളായി വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഡംപിംഗ് യാർഡായിട്ടാണ് ഈ മൈതാനം ഉപയോഗിച്ചിരുന്നത്. നിലവിൽ ഈ വാഹനങ്ങൾ സർക്കാർ അനുവദിച്ച കോറം വില്ലേജിലെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയതായി അനുവദിച്ച സ്ഥലം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കാനും പോലീസുകാർക്ക് കാത്തിരിപ്പ് സംവിധാനം ഒരുക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാത വികസനം നാടിന് പുരോഗതി സമ്മാനിക്കുമ്പോഴും എടനാട് ഈസ്റ്റ് സ്കൂൾ സ്റ്റോപ്പിൽ അത് ആയിരക്കണക്കിന് കുരുന്നുകളുടെ ജീവന് ഭീഷണിയാകുന്നു. അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് വിദ്യാർത്ഥികൾ റോഡ് കടക്കുന്നത്. സുരക്ഷ മുൻനിർത്തി ഫുട് ഓവർ ബ്രിഡ്ജിന് അനുമതി ലഭിച്ചെങ്കിലും അതും പാതി വഴിയിൽ നിലച്ച മട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കാവുന്ന ഒരു വലിയ അപകടത്തിൻ്റെ കാഴ്ചയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എടനാട് ഈസ്റ്റ് സ്റ്റോപ്പ്. അതായത് ഈ ഒരു സ്റ്റോപ്പിന് ചുറ്റുപാടും നിരവധി സ്കൂളുകളും ഒട്ടനവധി വിദ്യാർത്ഥികളുമുണ്ട്. ഈ ഒരു ഹൈവേ കണ്ടാൽ അറിയാം, ചീറിപ്പാഞ്ഞു വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ഒത്തിരി വാഹനങ്ങൾ ഈ അമിത വേഗതയിൽ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി ക്രോസ് ചെയ്ത് വരുന്ന കുട്ടികൾ, ഒരു പോലീസുകാരനുണ്ടെങ്കിൽ പോലും ആ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നില്ല. അവരെത്രത്തോളം ശ്രദ്ധിക്കുമെന്ന കാര്യം നമുക്കറിയാം. ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് സംഭവിച്ചേക്കാവുന്ന അപകടത്തിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പോകുന്നത്. ഇതേ സംബന്ധിച്ച് ഒരുപാട് പരാതികളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന് അനുമതി ലഭിച്ചെങ്കിലും അതിൻ്റെ പണിയോ കാര്യമായ മാറ്റങ്ങളോ ഒന്നും ഇവിടെ നടന്നില്ല എന്നാണ്. അതേ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് പരാതി പറയാനുണ്ട്. അപ്പോൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ, എത്രത്തോളമാണ് ഈ ഒരു അപകട അവസ്ഥ എന്നൊക്കെ പറയാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കൃത്യമായ ഒരു അവസ്ഥ? ഇവിടെ ഞങ്ങളുടെ ഏതാണ്ട് 6 സ്കൂളുകൾ ഇതിൻ്റെ പരിസരത്തായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സെൻട്രൽ സ്കൂളാണ്, കേന്ദ്രീയ വിദ്യാലയം. അതുകൂടാതെ അൽഫോൻസ സ്കൂള്, കുഞ്ഞിമംഗലം ഹൈസ്കൂള്, കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, പിന്നെ SN സ്കൂള്, ഇത്രയും സ്കൂളുകളിൽ, പിന്നെ കാലടി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്, ഇത്രയും വിദ്യാലയങ്ങൾ ഈ പ്രദേശത്തുണ്ട്. 3500-ഓളം കുഞ്ഞുങ്ങൾ ഈ ഇത്രയും സ്കൂളുകളായിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് പഠിക്കുന്നവരാണ്. അപ്പം അതിൽ തന്നെ ഏതാണ്ട് 1500-ഓളം കുഞ്ഞുങ്ങൾ ഈ 2 ഭാഗത്തായിട്ട് ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ സ്കൂളുകളിലൊക്കെ ദൈനംദിനം പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ രൂക്ഷമായിട്ടുള്ളൊരു യാത്രാ പ്രശ്നമായിട്ട് മാറും എന്ന് നമ്മൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഹൈവേ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മളിവിടെ ഒരു അണ്ടർപാസ് വേണമെന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു. അതിനുവേണ്ടി നമ്മൾ പരമാവധി ശ്രമവും നടത്തി. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല. അണ്ടർപാസ് എന്നുള്ള ആ ആശയം നമുക്ക് നടക്കില്ല എന്നുള്ള ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ എടനാട് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമായിട്ടും ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വേണം എന്നുള്ള ആ ദിശയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ നീക്കി. ഒരുപാട് സമ്മർദ്ദം, അതായത് പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് പോലും ഞങ്ങൾ ഈ സന്ദേശം എത്തിച്ചിട്ടുണ്ട്.
അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിന് അനുമതി നമ്മൾക്ക് കിട്ടിയത്. ആ അനുമതി കിട്ടിയത് ഈ പോയിന്റിലാണ് ആദ്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പോയിന്റിലാണ്, ഇവിടെയാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അത് പല കാരണങ്ങൾ പറഞ്ഞിട്ട് പല താല്പര്യങ്ങളുടെ പുറത്താണെന്നറിയും ഇത് മാറി 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 ഇതാ ഇപ്പം ഏറ്റവും ഒടുവിൽ കാണുന്നത് ആ പ്രദേശത്താണ്. പക്ഷെ അവിടെ തന്നെ 2 കുറ്റികൾ, ഇവിടെയും അപ്പുറത്തും 2 കുറ്റികൾ ഇട്ടു എന്നല്ലാതെ ഫർദറായിട്ട് ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് താനേ ഇവിടുന്ന് ആവിയായി പോവോ എന്നുള്ള സംശയമാണ് നമുക്കിപ്പോൾ പ്രബലമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയേറെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഇത് നടത്തിയിട്ടാണ് നമുക്കിത് പ്രാവർത്തികമാക്കിയത്. ഇനിയും അത് വൈകിയാണെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം റിസ്കിലാണ് ഈ പ്രദേശം കടന്നു പോകുന്ന, ഈ സമയങ്ങളിൽ കടന്നു പോകുന്നതിൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നടക്കൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത് വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓവർ ബ്രിഡ്ജിന്റെ പ്രവർത്തനം അത് മേഘ കൺസ്ട്രക്ഷൻ അവരാണ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞത്. ഓരോ റീജിയനിലുള്ള ഇത്തരത്തിലുള്ള ഓവർ ബ്രിഡ്ജസ് അതായത് കമ്പനികളാണ് നടത്തേണ്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീജിയനിലുള്ള മേഘ കൺസ്ട്രക്ഷനുമായിട്ട് നമ്മൾ പലവട്ടം ഇതിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഇതും വരുന്നില്ല. അപ്പോൾ ഇത് അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഒന്നാകെ തന്നെ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരും എന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. ദേശീയപാത വികസനം നാടിന് പുരോഗതി സമ്മാനിക്കുമ്പോഴും എടനാട് ഈസ്റ്റ് സ്കൂൾ സ്റ്റോപ്പിൽ അതായിരക്കണക്കിന് കുരുന്നുകളുടെ ജീവനുമേൽ തൂങ്ങുന്ന വാളായി മാറുന്നു. കേന്ദ്രീയ വിദ്യാലയം, എടനാട് ഈസ്റ്റ് LP സ്കൂൾ, PS വിദ്യാലയം, അൽഫോൻസ സ്കൂൾ തുടങ്ങി 6ഓളം പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 3000-ലധികം വിദ്യാർത്ഥികളാണ് ദിവസവും ഈ സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഈ ദേശീയപാത മുറിച്ചു കടന്നു വേണം ഇവർക്ക് വിദ്യാലയങ്ങളിലേക്കും തിരികെ വീടുകളിലേക്കും എത്താൻ. ദേശീയപാതയിലൂടെ അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഗതാഗതം നിയന്ത്രിക്കാൻ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സേവനം ലഭ്യമാണെങ്കിൽ പോലും വാഹനങ്ങളുടെ അനിയന്ത്രിതമായ വേഗത കാരണം കണ്ണൊന്നു തെറ്റിയാൽ വൻ ദുരന്തം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സുരക്ഷ മുൻനിർത്തി ഇവിടെയൊരു ഫുട് ഓവർ ബ്രിഡ്ജിന് അനുമതി ലഭിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഇതിന്റെ പണികൾ പാതി വഴിയിൽ നിലച്ച മട്ടാണ്. ഇത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു. അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ഒരു വലിയ അപകടത്തിന് ഈ പ്രദേശം സാക്ഷിയാകേണ്ടി വരുമെന്നതിൽ തർക്കമില്ല. 3000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ പാതിവഴിയിൽ നിലച്ച നടപ്പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പുനരാരംഭിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ അധികാരികൾ തയ്യാറാകണം. ഒരുപാട് കുട്ടികൾ ദൈനംദിനം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ അവരെ കണ്ടെന്ന് വരില്ല. പല അപകടങ്ങളും സംഭവിച്ചേക്കാം. അപകടം നടന്നതിന് ശേഷം കേവലം നഷ്ടപരിഹാരം നൽകിയത് കൊണ്ട് മാത്രമായില്ല. അപകടം സംഭവിക്കുന്നതിന് മുൻപ് വേണ്ട ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ 46-ാം വാർഡായ മൊട്ടമ്മലിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പരാതി നൽകി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാത്തതിനാൽ ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിയാൻ പോവുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു കഴിഞ്ഞു. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡായ മൊട്ടമ്മലിൽ തിരഞ്ഞെടുക്കപ്പെട്ട VK നിഷാദ് ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനാൽ ഇതുവരെയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ 6 മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടം നിലവിലിരിക്കെ ഇതുവരെയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു കാണുന്നില്ല. ഇത് ആ വാർഡിലെ ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണെന്നും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A. രൂപേഷ് ആരോപിച്ചു. കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഡിസംബർ 13-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. എന്നാൽ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡ് മുട്ടമ്മൽ, വെള്ളൂരിലെ മുട്ടമ്മൽ വാർഡ്, അവിടെയുള്ള വിജയിച്ച കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി.
അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ കേസുമായി കോടതി തടവ് ശിക്ഷിച്ചതിൻ്റെ ഭാഗമായി ജയിലിൽ കിടക്കേണ്ടി വരികയും 40 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ചട്ടം പാലിക്കാൻ സാധിക്കാത്ത വന്നതോടുകൂടി ആ വാർഡ് തീർത്തും ഒരു ജനപ്രതിനിധിയുടെ അഭാവം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ മഴ വരുന്ന കാലഘട്ടമാണ്. ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തേണ്ട ഒരു സമയം. ആ സമയത്ത് മറ്റെല്ലാ വാർഡുകളിലും എല്ലാ പ്രവർത്തനവും നടക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിൽ ഇതിനകത്തൊരു പ്രവർത്തനം നടക്കുന്നില്ല. ഇത് സംബന്ധിച്ച് അടിയന്തരമായി ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭാ സെക്രട്ടറിക്കും ജില്ലാ കലക്ടർക്കും അടക്കം ഞങ്ങൾ ആദ്യം പരാതി നൽകി വീണ്ടും ഇപ്പോൾ 1.5 മാസം കഴിയുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി നൽകി. ആ പരാതിയുടെ കോപ്പി ജില്ലാ കലക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും കൈമാറിയിട്ടുണ്ട്. ജില്ലാ കലക്ടറും സെക്രട്ടറിയൊക്കെ പറയുന്നത് ഞങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി പ്രഖ്യാപിക്കും എന്നൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞത്. എന്തു തന്നെയായാലും ഈ 13-ാം തീയതിയോടുകൂടി 6 മാസം പൂർത്തിയാകുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്നത് ഒരു വാർഡിനകത്ത് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധി രാജിവെക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. ആ ചട്ടത്തെ വളരെ ലാഘവ ബുദ്ധിയോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുകയാണ് എന്നാണ് ഈ സമയത്ത് ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നത്. 46-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പയ്യന്നൂർ നഗരസഭ പ്രതിപക്ഷ കക്ഷിയായ UDFന്റെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂരിന് വേണ്ടി അനുവദിച്ച ഫണ്ടിൽ വ്യക്തതയില്ലെന്ന ആരോപണവുമായി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും ഏത് പദ്ധതിയാണെന്ന് വ്യക്തതയില്ലെന്നും ചെയർപേഴ്സൺ. കഴിഞ്ഞ ബജറ്റിൽ പയ്യന്നൂരിന് വലിയ നിലയിലെന്തോ കാര്യമായി ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് എന്ന നിലയിലെല്ലാമുള്ള പ്രചരണവും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആ ബജറ്റിലെ പൊതുവിലെ പ്രഖ്യാപനങ്ങൾ നോക്കിയപ്പോൾ കുറേ ഹെഡിങ്ങുകളായി കുറേ പേരുകളിൽ പയ്യന്നൂരിൽ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നല്ലാതെ ഈ പ്രഖ്യാപിച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തത ഇതുവരെയും വരുത്താൻ സാധിക്കാത്ത നിലയാണ്. സാധാരണയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ MLA-മാരും ബജറ്റുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ബജറ്റ് രേഖയുടെ ഭാഗമായിട്ട് വരും. അങ്ങനെ വന്നു എന്നതൊഴിച്ചാൽ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അതിൻ്റെ അടങ്കലിൻ്റെ 20% മാറ്റിവെച്ചുകൊണ്ട് അത് ഭരണാനുമതിയിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി ഇവിടെ കാണാൻ സാധിക്കില്ല. ഇവിടെ വെച്ചിട്ടുള്ള ഒരു പാലത്തിന് 5 കോടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പൈസ പറഞ്ഞിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിന് 8 കോടിയോ മറ്റുമാണ് കണ്ടിട്ടുള്ളത്. അത് കേന്ദ്ര പദ്ധതി എന്ന നിലയിലാണ്. എന്ത് കേന്ദ്ര പദ്ധതിയാണെന്നൊരു വ്യക്തത അതിനകത്തില്ല. സാധാരണഗതിയിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റികൾക്കെല്ലാം നേരിട്ടിട്ടാണ് അനുവദിക്കുക. അത് നമുക്ക് അനുവദിക്കുകയും നമ്മൾ ആ പ്രവർത്തനം നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിലൊന്നും ഒരു വ്യക്തതയില്ലാത്ത നിലയിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ഒരു പ്രചരണപരത എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിലയിൽ ആ കാര്യങ്ങൾ നടപ്പിലാവുമെന്ന് ഇന്നത്തെ ഘട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്, നെറ്റ്വർക്കിന് കണ്ടിട്ടുള്ളത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അവിടെ നഗരസഭയുടെ റിറ്റെയിൻ വാൾ, അതിൻ്റെ പുറം ചുമർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ULCS നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ളത് അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായിക്കൊണ്ടിരിക്കുന്ന സമയവുമാണ്. വളരെ വേഗത്തിൽ തന്നെ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് നഗരസഭ കരുതുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ പ്രതികരിക്കാനുള്ളത്. മൊബൈൽ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുന്ന ആധുനിക ലോകത്ത് പുസ്തകങ്ങളുടെ ഗന്ധവും അറിവിൻ്റെ വെളിച്ചവുമായി ഒരു നാടിനെ മുഴുവൻ വായനയുടെ ലോകത്തേക്ക് നടത്തുകയാണ് വെള്ളൂരിലെ VP രാധ.
കേവലം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ഒരാൾ എന്നതിലുപരി വായനയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു സാംസ്കാരിക ദൗത്യത്തിൻ്റെ ജീവിക്കുന്ന പ്രതീകമായി മാറിയിരിക്കുകയാണ് ഈ 60കാരി. ഇതാണ് രാധേച്ചി. 25 വർഷമാകുന്നു ഇവർ ഈ വെള്ളൂരിലെ വായന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്. ഇവരാണ് ഈ പരിസരങ്ങളിൽ നടന്ന് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന രാധേച്ചി. വെള്ളൂരിലെ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ഹോം ലൈബ്രറിയനായി രാധേച്ചി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20ലധികം വർഷങ്ങൾ പിന്നിടുന്നു. ഒരു പ്രദേശത്തിന് വേണ്ടി വലിയൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ഇവർ സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുമലിലൊരു സഞ്ചിയും അതിൽ നിറയെ പുസ്തകങ്ങളുമായി വെള്ളൂരിലെ ഓരോ വീട്ടുപടിക്കലും രാധേച്ചി എത്താറുണ്ട്. 2027 ജനുവരി വന്നാൽ 25 കൊല്ലമായി ഞാൻ ഈ ലൈബ്രറി കൊണ്ട് നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭ വീട്ടമ്മമാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ഈ മൊബൈൽ ലൈബ്രറി. ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ദിനേശ് ബീഡ് തൊഴിലാളിയായിരുന്നു. അപ്പോൾ കമ്പനിയിൽ പണി കുറഞ്ഞ സമയത്ത് ഇങ്ങനെയൊരു ഇത് വായനശാലയ്ക്ക് വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 കുട്ടികളെയും കൊണ്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഈ മൊബൈൽ ലൈബ്രറിയും കൂടി വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് 6 മണിക്ക് കമ്പനി വിട്ട് വന്നിട്ട് അതിന് ശേഷമായിരുന്നു ഞാൻ പുസ്തകം കൊണ്ട് നടക്കല്. ഒരു 8 മണി വരെ, രാത്രി 8 മണി വരെ ലൈബ്രറി കൊണ്ട് നടന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോകല്. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം പോയത്. പിന്നെ 2010 ഞാൻ കമ്പനി രാജിവെച്ചു. അപ്പോൾ പിന്നെ മുഴുവനായിട്ട് വായനശാലക്ക് തന്നെ ആയി. അങ്ങനെ 25 കൊല്ലവും ഞാൻ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പുസ്തകം കൊണ്ട് നടക്കുന്നതായിരുന്നു. അപ്പോൾ അന്നത്തെ ചിലവ് മുഴുവൻ നാട്ടുകാരതാണ്. 25 കൊല്ലമായി ഞാൻ നാട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം എല്ലാം ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നല്ല, എത്ര വീട്ടിൽ നിന്ന് വേണമെങ്കിലും ഉച്ചഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഈ ലൈബ്രറി കൊണ്ട് പോകുമ്പം പുസ്തകം കൊണ്ട് പോകുമ്പോൾ എനിക്ക് ആദ്യത്തിൽ ഈ പെണ്ണുങ്ങളുടെ വീട്ടമ്മമാരുടെ അടുത്ത് പുസ്തകം കൊണ്ടുപോകുമ്പോൾ അവർ ഏത് പുസ്തകം എടുക്കേണ്ടതില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആവേശമായിരുന്നു. ഏത് എഴുത്തുകാരൻ അങ്ങനെ ആവേശം കാണുമ്പോൾ എനിക്കും ഒരു ഭയങ്കര ഒരു കൊണ്ടുപോകാനും ആവേശമാണ്. അപ്പോഴിപ്പോഴും ആൾ പുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന അതാണ് എൻ്റെ കുറിച്ചും. വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ കൈമാറുക മാത്രമല്ല, പഴയതും പുതിയതുമായ തലമുറകളെ വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് ആനയിക്കുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ എല്ലായ്പ്പോഴും വലിയ വേദികളോ പ്രസംഗങ്ങളോ വേണ്ട. ഒരു പുസ്തകവും അത് ചുമന്നു നടക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യന് മാത്രം മതി എന്നതിന് തെളിവാണ് രാധേച്ചിയുടെ ജീവിതം. ഇതുപോലെ വീടുകളിൽ ഹോം ലൈബ്രറിയൻ പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം വളരെ മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴെനിക്കത് കുറേ കൂടി ഉപകാരപ്പെട്ടു. മുമ്പൊക്കെ ഒരു പുസ്തകം തന്നിട്ട് മറ്റൊരു പുസ്തകം എടുത്തിട്ട് പോയി വായിച്ചു കഴിഞ്ഞ പുസ്തകം. ഇപ്പോൾ 4-5 പുസ്തകം അവിടെ സൗജന്യം കൊണ്ടായിരിക്കണം ഒന്നിച്ചെടുക്കാനും അതെല്ലാം ഒന്നിച്ച് വായിക്കാനുള്ള ഒരു അവസരം. പലപ്പോഴും യാതൊരുവിധ അംഗീകാരങ്ങളും തേടിയെത്താതെ നിശബ്ദമായി തുടരുന്ന ഇത്തരം സേവനങ്ങളാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ ശക്തി. വായന മരിക്കാതിരിക്കാനും പുസ്തകങ്ങളോടുള്ള സ്നേഹം പുതിയ തലമുറയിലേക്ക് പകരാനും രാധേച്ചിയെ പോലുള്ളവരുടെ കഠിനാധ്വാനവും സമർപ്പണവും തന്നെയാണ് കാരണം. വായനാവാരത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല നാം ഇവരുടെ സേവനത്തെ ഓർമ്മിക്കേണ്ടത്. എന്നെന്നും വെള്ളൂരുകാരൊപ്പം അവരുടെ ഒരു വായനാ സംസ്കാരത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന രാധേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിലെ റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. ക്യാമ്പസിലെ നഴ്സിംഗ് കോളേജ് ഔഷധി റോഡാണ് പൂർണ്ണമായും തകർന്നത്. വിദ്യാർത്ഥികളും ജീവനക്കാരും രോഗികളുമടക്കം നിരവധി ആളുകളാണ് ദിനംപ്രതി ഈ വഴിയിലൂടെ ദുരിതയാത്ര നടത്തുന്നത്. ഇതാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിലെ നഴ്സിംഗ് കോളേജ് ഔഷധി റോഡ്. പരിയാരം ഗവൺമെന്റ് പബ്ലിക് സ്കൂളിലെ കുട്ടികളടക്കം നിരവധി പേരാണ് ഈ റോഡ് വഴി ദൈനംദിനം യാത്ര ചെയ്യുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ എന്നാൽ അത്രയും അധികം പരിതാപകരമാണ്. അത് ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ആ കാഴ്ചയൊന്ന് കണ്ടിട്ട് വരാം. കടന്നപ്പള്ളി, മുടിക്കാനം, ഏമ്പേറ്റെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേർക്ക് എളുപ്പത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എളുപ്പ റോഡ് കൂടിയാണ് ഈ ഒരു സ്ഥലം. പക്ഷേ ഈ റോഡിലാണെങ്കിലോ കുണ്ടും കുഴിയും മാത്രം. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ
ജീവൻ തന്നെ പോയേക്കാവുന്ന അത്രയും ദുർഘടമായ ഒരു റോഡാണ് ഈ റോഡ്. രാത്രികാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്നവർ അത്ര തന്നെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ, ഈ റോഡിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തവർ അതീവ ജാഗ്രതയോടെ വേണം ഇതുവഴി യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി എരിപുരത്ത് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി റോഡരികിലെ കെട്ടിടം ഇടിച്ചു തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. രാത്രി സമയമായതിനാൽ ആളപായം ഒഴിവായി. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ മംഗളൂരു ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് പഴയങ്ങാടി എരിപുരം ട്രാഫിക് സർക്കിളിന് സമീപത്ത് അപകടത്തിൽപ്പെട്ടത്. ട്രാഫിക് സർക്കിളിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ ഓടുമേഞ്ഞ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. ഇതിനു മുമ്പ് ഇതേപോലെ ഒരു അപകടം ഉണ്ടായിരുന്നു. അതിന്റെ മുന്നിലുണ്ടായ ഒരു പീടിക ഇതേപോലെ പൊട്ടിയിരുന്നു, പൂർണ്ണമായി നശിച്ചിരുന്നു. അവിടെ ഇന്നലെ അന്ന് ഒരു ഡ്രൈവർ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപകട മേഖല തന്നെ നമുക്കിത് പറയാം. സമീപത്തെ ബാങ്കിന്റെ ബോർഡുകൾക്കും മറ്റ് സ്ഥാപിതകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ലോറി ഡ്രൈവറെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടം നടന്നത് രാത്രി സമയത്തായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പകൽ സമയമായിരുന്നുവെങ്കിൽ വൻ ആളപായത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിയോട് കൂടി അപകടം ഉണ്ടായത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ആർക്കും വലിയൊരു അപകടം വരാതെ ഇതിങ്ങനെ നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ ആ വണ്ടിയുടെ നിർത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയൊരു അപകടമാണ്. പകൽ സമയങ്ങളുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു പോയത് എന്ന് നമുക്ക് തോന്നുന്നു. എരിപുരം ട്രാഫിക് സർക്കിളിന്റെ വലിപ്പക്കുറവും റോഡിന്റെ വീതിക്കുറവും കാരണം ഇവിടെ അപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. മുൻപും നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നും ഒരു അപകടത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ എത്ര വർഷം കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു? 60 കൊല്ലം. ആ സമയങ്ങളിൽ അപകടം ഉണ്ടായിട്ടില്ല. ഇത് വന്നേ പിന്നെ അതോറിറ്റി വന്നേ പിന്നെയാണ് ഇവിടെ അപകടം വന്നത്. ഇതിനു മുമ്പ് ഒരു തവണ ഉണ്ടായി, 2 പീഴ തകർന്നു പോയി. അതിലെ ഡ്രൈവർ മരിക്കുകയും ചെയ്തു. ശരിയാക്കിയില്ല. എരിപുരം ട്രാഫിക് സർക്കിളിൽ അപകടങ്ങൾ പതിവാണ്. സർക്കിളിന്റെ രൂപകൽപ്പനയും റോഡിന്റെ വീതിക്കുറവും പ്രധാന കാരണങ്ങളാണ്. അടിയന്തരമായി ശാശ്വത പരിഹാരം കാണാനും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും അധികൃതർ തയ്യാറാകണം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ മണക്കാട്ടെ PV ചന്ദ്രൻ മാസ്റ്റർക്ക് വായന ഒരു വിനോദമോ നേരം പോക്കോ അല്ല. പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് മാത്രം വായിക്കുന്ന മാസ്റ്ററുടെ ഇഷ്ടപുസ്തകം കതിവന്നൂർ വീരൻ, മല കയറിയ മനുഷ്യൻ, ചുരമിറങ്ങിയ ദൈവം എന്ന പ്രൊഫസർ ലിസി മാത്യുവിൻ്റെ പുസ്തകമാണ്. പരന്ന വായനയ്ക്കപ്പുറം കാമ്പുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി സമയം കിട്ടുമ്പോൾ വായിക്കുക എന്നതാണ് കരിവെള്ളൂർ മണക്കാട്ടെ PV ചന്ദ്രൻ മാസ്റ്ററുടെ രീതി. ചന്ദ്രൻ മാസ്റ്റർക്ക് ഏറെ പ്രിയപ്പെട്ട പുസ്തകം കതിവന്നൂർ വീരൻ, മല കയറിയ മനുഷ്യൻ, ചുരമിറങ്ങിയ ദൈവം ആണ്. പ്രൊഫസർ ലിസി മാത്യുവാണ് രചയിതാവ്. കേവലം ഭക്തിരസപ്രധാനമായ കഥകൾക്കപ്പുറത്ത് ഈ പുസ്തകം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കാണിച്ചു തരുന്ന മാനങ്ങൾ നിരവധിയാണ്. തീർച്ചയായും ഈ പുസ്തകം ഇനിയുമേറെ പേർക്ക് ഈ വഴി നടന്നു മുന്നേറാനുള്ള വഴി കൂടിയാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മാങ്ങാട്ട് നിന്ന് കുടകിലേക്ക് പോയി ദൈവക്കരുവായി മാറിയ കഥ പറയുന്ന ഈ പുസ്തകം അക്കാലത്തെ സാമൂഹിക അവസ്ഥകൾ കൂടി അനാവരണം ചെയ്യുന്നതാണെന്ന് PV ചന്ദ്രൻ മാസ്റ്റർ പറയുന്നു. പല ഈ തെയ്യങ്ങളുടെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ്, ഫോക്ക് സംസ്കൃതിയുടെ പ്രസക്തി അത് മാത്രമാണെന്ന് പറയുന്നിടത്ത് ഇത് മാറ്റിക്കൊണ്ട് മറിച്ച് ഒരു ജീവിതം, ഒരു സംസ്കാരം, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം, അതെല്ലാം തന്നെ വളരെ യുക്തിസഹമായിട്ട് ഡോക്ടർ ലിസി മാത്യു ഈ ഗ്രന്ഥത്തിലൂടെ പറയുന്നില്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം, സംസ്കാരം, ജീവിതം, ഭാഷ എല്ലാം സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം തന്നെ, ഒരു കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ വളരെ കൃത്യമായി പരിസ്ഥിതി അടക്കം പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്കിത് തോന്നിയത്. മറ്റൊന്ന്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷകത ചെമ്പരത്തിയെക്കുറിച്ച് നമ്മൾ സാധാരണ വിചാരിക്കുന്നതിന് അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ പക്ഷത്തിലുള്ള ഒരു വായനക്കും കൂടി
ഇതിൽ ചില പേജുകളിൽ ഒരു അവസരം കൂടി നൽകുന്നുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാകും. 10,000-കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ നല്ലതായിരിക്കാം. പക്ഷേ ഇത്തരം പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്നതിലാണ് മാസ്റ്ററുടെ പ്രിയം. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ മന്തപ്പൻ്റെയും ചെമ്മരത്തിയുടെയും കഥ നമ്മെ കരയിപ്പിക്കാതിരിക്കില്ല. ഒപ്പം അക്കാലത്ത് കുടകിൽ പീഡിതരായി എരിഞ്ഞൊടുങ്ങിയ എണ്ണമറ്റ സാധാരണക്കാരെയും ഓർത്ത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്നിൽ കനത്ത മഴയിൽ വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചെറുകുന്ന് കട്ടക്കുളം സാംസ്കാരിക നിലയത്തിനു സമീപത്തെ ആരംഭൻ സുജാതയുടെ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. അപകട സമയത്ത് സുജാതയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. മേൽക്കൂരയുടെ കഴുക്കോൽ ഒടിയുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഓടുമേഞ്ഞ വീടിന്റെ കഴുക്കോലും പൂർണ്ണമായും പൊട്ടിവീണു. ഓടും തകർന്നടിഞ്ഞിട്ടുണ്ട്. സുജാതയെയും കുടുംബാംഗങ്ങളെയും വാർഡ് മെമ്പർ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഉൾപ്പെടെ സംഭവസ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടപുഴകി വീണ മരം നീക്കം ചെയ്യാത്തത് പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുന്നു. കൈതപ്രം പൈനടി അണക്കെട്ടിന് സമീപമാണ് വലിയ മരം കടപുഴകി വീണിരിക്കുന്നത്. കടപുഴകി വീണ മരം നീക്കം ചെയ്യാത്തത് പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുന്നു. കൈതപ്രം പൈനടി അണക്കെട്ടിന് സമീപമാണ് വലിയ മരം കടപുഴകി വീണിരിക്കുന്നത്. മരം വീണതിനാൽ കരയിടിച്ചിലിന് വരെ സാധ്യതയുണ്ട്. മഴ കനത്താൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ മരങ്ങൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളൂരിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വ്യാപകം. ഒച്ച് നിർമ്മാർജ്ജനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ച് നഗരസഭ. പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വെള്ളൂരിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വ്യാപകം. ഒച്ച് നിർമ്മാർജ്ജനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ച് നഗരസഭ. നഗരസഭ 2-ാം വാർഡിന്റെയും 3-ാം വാർഡിന്റെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ യോഗം സംഘടിപ്പിച്ചത്. കിഴക്കുംപാട് കലാസമിതിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ യോഗത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഒച്ചുകൾ നാടിനുണ്ടാക്കുന്ന കാർഷിക ആരോഗ്യ പ്രശ്നങ്ങളും അവയെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളും വിശദീകരിച്ചു. 3-ാം വാർഡ് കൗൺസിലർ കെ വി ജ്യോതി അധ്യക്ഷത വഹിച്ചു. 2-ാം വാർഡ് കൗൺസിലർ സി ചന്ദ്രൻ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് സൈക്കിൾ റാലി നടത്തി. ഉദിനൂരിൽ നിന്ന് നടക്കാവിലേക്ക് നടത്തിയ സൈക്കിൾ റാലി പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പിക് ദിനാചരണത്തിന്റെ പ്രചരണ ഭാഗമായാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രതിനിധി PP അശോകൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PV ലീന, പ്രധാനാധ്യാപകൻ KV സുരേഷ്, ജില്ലാ സ്പോർട്സ് ഓഫീസർ സുദീപ് ബോസ്, സ്കൂൾ PTA പ്രസിഡന്റ് VM വിനോദ് കുമാർ, PV ലത, EV മനോജ്, P മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും ചേർന്ന് തൃക്കരിപ്പൂരിൽ കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് C രവി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വിവിധ സീസണുകളിൽ സംഭരിച്ചു വയ്ക്കാനും വിപണിയിൽ മികച്ച വില ലഭിക്കുമ്പോൾ വിൽപ്പന നടത്താനുമുള്ള സംവിധാനം ഉറപ്പാക്കുന്നതിലൂന്നിയാണ് ഏകദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇത്തരം സൗകര്യങ്ങൾക്കായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വേഗത്തിൽ കാർഷിക വായ്പ നേടിയെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണ പരിപാടിയിൽ നടന്നു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് C രവി ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, കൃഷി ഓഫീസർ A രജീന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ പരിപാടിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പരിശീലകൻ CV വിനോദ് കുമാർ നേതൃത്വം നൽകി. സംഭരണ കേന്ദ്രങ്ങളെ നേരിട്ടറിയുന്നതിന്റെ ഭാഗമായി ക്ലാസിന് ശേഷം കാഞ്ഞങ്ങാട്, പടന്നക്കാട് സ്റ്റേറ്റ് വെയർഹൌസ് കർഷകർ ഉൾപ്പെടുന്ന സംഘം സന്ദർശിച്ചു. മുതിർന്ന കർഷകർ ഉൾപ്പെടെ തൃക്കരിപ്പൂർ, പടന്ന പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുത്ത 50 കർഷകർ ഏകദിന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
വെങ്ങര ഇന്ദിരാജി ക്ലബിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. UDF UAE കമ്മിറ്റി ജനറൽ കൺവീനർ പുന്നക്കൻ മുഹമ്മദ് അലി പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര വിതരണവും നിർവഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഭിരാമി സുധീർ, ശ്രേയ രാജീവൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് കൂടച്ചേരെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ കക്കപ്രവൻ, കേരള ഫോക്ലോർ അക്കാദമി മുൻ അംഗം സുധീർ വെങ്ങര, പഴയങ്ങാടി അർബൻ ബാങ്ക് ചെയർമാൻ KV നന്ദനൻ, E മനോജ് കുമാർ, മടപ്പള്ളി കൃഷ്ണൻ, സോനു B കൃഷ്ണൻ, സനൂപ് B, സുജന സുധീർ, സതീഷ് MK എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ക്ലബിന്റെ മെമ്പർമാരുടെ മക്കൾക്ക് ഉന്നത വിജയം നേടുമ്പോൾ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ നെൽകൃഷി തുടങ്ങി. കൂക്കാനം വെള്ളവയൽ പാടശേഖരത്ത് നടന്ന നടീൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ വെള്ളവയൽ പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. കൃഷിഭവന്റെ സഹായത്തോടെ 50 സെന്റിലാണ് നെൽകൃഷി ചെയ്യുന്നത്. പൗർണമി ഇനം നെൽവിത്താണ് ഉപയോഗിക്കുന്നത്. പാഠഭാഗങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന കൃഷിയറിവുകൾ നേരനുഭവമാക്കുകയാണ് കൂക്കാനത്തെ കുട്ടികൾ. മണ്ണും നീരും തൊട്ടറിയാനും ആരോഗ്യമുള്ള മണ്ണാണ് അന്നമെന്നുമുള്ള ആശയം കുട്ടികളിൽ എത്തുന്നതുമാണ് പ്രവർത്തനമെന്ന് നെൽകൃഷി നടീൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ പറഞ്ഞു. അധ്യക്ഷൻ ചുരുക്കം വാക്കുകളിലാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം സ്കൂളിൽ നമ്മുടെ പാഠഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ആ പാഠഭാഗത്തിനപ്പുറത്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് തിരിച്ചറിയാനുള്ളൊരു പഠനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കൂക്കാനം ഗവൺമെൻറ് UP സ്കൂൾ എന്ന് പറയുന്നത് പാഠ്യേതര രംഗത്ത് മറ്റു സ്കൂളുകൾക്കാകെ മാതൃകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. എന്തുകൊണ്ട് നെൽകൃഷിക്ക് ഇന്നത്തെ കാലത്ത് പ്രാധാന്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുക. നമ്മളെല്ലാം അരി ഭക്ഷണമാണ് കഴിക്കുന്നത്. ചടങ്ങിൽ പ്രഥമാധ്യാപകൻ VV രവീന്ദ്രൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ AN അനുഷ കൃഷിയെക്കുറിച്ച് വിശദീകരിച്ചു. P രാധാകൃഷ്ണൻ, TV ഗോവിന്ദൻ മാസ്റ്റർ, KV ഷൈമ, P രേഷ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. M ശശിമോഹനൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ BEM LP സ്കൂളിൽ ഫിഫ ലോകകപ്പ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി VK ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ BEM LP സ്കൂളിൽ ഫിഫ വേൾഡ് കപ്പ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി VK ഉദ്ഘാടനം നിർവഹിച്ചു. LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുത്തു. അധ്യാപകരായ രതീഷ്, നൌഫീഖ്, ആൽവിൻ, റീന, സുശീല, മെർലിൻ, സനില, പ്രഭ എന്നിവർ നേതൃത്വം നൽകി. വിജയിയായ ടീം പോർച്ചുഗലിന് ട്രോഫി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ഫുട്ബോൾ ക്യാമ്പയിനും 1 മില്യൺ തൂഫാൻ ഗോൾ അടിയും ലോകകപ്പ് ഫുട്ബോൾ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ഫുട്ബോൾ ക്യാമ്പയിനും 1 മില്യൺ തൂഫാൻ ഗോളടിയും ലോകകപ്പ് ഫുട്ബോൾ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി KP ലക്ഷ്മിക നിർവഹിച്ചു. സമാപന ചടങ്ങ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ, പ്രധാനാധ്യാപിക PM അനിത, PTA പ്രസിഡന്റ് PV രാജേഷ്, MT ബാബു, M സിൽജ, ലിജോ വർഗീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സൂര്യോദയം ആർട്ട് എക്സിബിഷന് ജൂൺ 25 മുതൽ പയ്യന്നൂർ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമാകും. ചെമ്പ്രക്കാനം ചിത്രശില്പകല അക്കാദമിയിലെ വിദ്യാർത്ഥി ആർട്ടിസ്റ്റ് അഭിനന്ദ് സന്തോഷ് പുളിങ്ങോത്തിന്റെ 30ഓളം ചിത്രശില്പങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്.
ചെറുവത്തൂർ ചമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ അഭിനന്ദ് സന്തോഷിന്റെ 30 ചിത്രങ്ങളുടെ പ്രദർശനത്തിനാണ് വ്യാഴാഴ്ച തുടക്കമാകുന്നത്. തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ ഡോക്ടർ AK വേണുഗോപാലൻ, പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോഹരൻ, EM സോജു, ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. അഭിനന്ദ് സന്തോഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളായ മൺപാത്ര കലാകാരികൾ, മത്സ്യഗണപതി, കാശ്മീരിലെ സൂര്യോദയം, ആഫ്രിക്കയിലെ സുന്ദരികൾ, എരിക്കുളത്തിലെ എരിയുന്ന മൺപാത്ര കലാകാരികൾ തുടങ്ങിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, അഭിനന്ദ് സന്തോഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.